ഈ രേണു സുധി ഇപ്പം ഹനാൻ പറഞ്ഞ വിഷയത്തിനൊരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. അത് തരാനുള്ള കാരണം എന്ന് പറയുന്നത് ഡാനി സത്യന്റെ സങ്കുചിതമായ ഇടപെടൽ കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇവരെ കളിയാക്കിക്കൊണ്ട് അനന്തു ചെയ്തൊരു വീഡിയോയ്ക്കകത്ത് പേര് മാറിയിട്ട് തൊപ്പി വെച്ച ആള് വിവി ആയിരുന്നു കാറിലിരുന്നത്. പേര് മാറി അത് ഡാനി സത്യനാണ് എന്ന് പറയുകയുണ്ടായി. അതിനെ തുടർന്നിട്ട് ഡാനി സത്യൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുകയുണ്ടായി. ആ വീഡിയോസ് ഒന്നും ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല, കാരണം ലെങ്തി ആയി പോവും. അപ്പോൾ അതിൽ ഡാനി ചോദിച്ചൊരു പോയിന്റാണ്, ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പൊള്ളുന്നു, പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. പക്ഷെ ഹനാൻ പറഞ്ഞ അത്രയും വലിയൊരു ആരോപണത്തെ നിസ്സാരമായിട്ട് ഒതുക്കി വിട്ടു എന്നുള്ളൊരു സംഭവം. ഹനാൻ പറഞ്ഞ പഴയ കഥകൾ വീണ്ടും വോയിസ് ആയിട്ട് കുത്തിപ്പൊങ്ങുന്നുണ്ട്. പലരും അത് ഇടുന്നുണ്ട്, പലരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്, നേരത്തെ എൻജോയ് ചെയ്തിട്ടുണ്ട്, പൊങ്ങുന്നുണ്ട്. അത് കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു മറുപടി കിട്ടാത്ത പക്ഷം ആളുകൾ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ചെറിയ എന്തെങ്കിലും സാധനം ഉണ്ടാകുമ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ടിരിക്കും. ഹനാന്റെ വിഷയത്തിൽ നമ്മൾ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വ്യക്തമായ മറുപടി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആളുകൾ എപ്പോഴും അതിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അപ്പം തന്നെ ക്ലിയർ കട്ടായിട്ടൊരു ആൻസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആളുകൾ അത് പറയത്തില്ലല്ലോ. അതന്ന് ചെയ്യാതിരുന്നത് നിങ്ങളുടെ മിസ്റ്റേക്ക്. ഒരുപക്ഷെ അതൊരു നീണ്ട പരമ്പര ആയിക്കോട്ടെ എന്ന് കരുതി മനഃപൂർവ്വം ഒഴിവാക്കി വിട്ടതും ആവാം. ഇവരുടെ കാര്യത്തിലായതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിക്കും. കാരണം ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ വേണ്ടി പുള്ളിക്കാരി തന്നെ എഗ്രി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കുള്ള കണ്ടന്റ് വേറെ തരുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഈ ഹനാന്റെ വിഷയം അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. ഇവര് സുധി മരിക്കുന്ന സമയത്ത് ഏതോ ഒരാളുടെ റിലേഷനിലായിരുന്നോ, അവനായിട്ട് എന്തോ ബന്ധം ഉണ്ടായിരുന്നോ, അബോർഷൻ ചെയ്തു, സുധി മരിച്ച സമയത്തൊക്കെ അയാളുടെ ബന്ധം ഉണ്ടായിരുന്നു, മരണശേഷമാണ് അബോർഷൻ ചെയ്തത്, ഹോസ്പിറ്റലിന്റെ പേരറിയാം, കൂടെ പോയത് മറ്റേതോ ഒരു സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹനാൻ ഒരു വോയിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോട്, ഷെഫീന ബീവിയോട്. അതിനുശേഷം ഫിറോസ് വന്നിട്ട് അത് ശരിയാണ്, ഇവർ പോയ ഹോസ്പിറ്റൽ ഏതാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫിറോസിന്റെ വകി ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഈ സ്ത്രീയുടെ വീട്ടുകാരും മൗനം പാലിക്കുകയായിരുന്നു. ഒരു കേസിനോ കാര്യത്തിനൊന്നും. സാധാരണ നോർമലി ഒരു സ്ത്രീനെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെയധികം ഗുരുതരമായ ആരോപണമാണ്. അപ്പം നോർമലി സ്ത്രീകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒതുങ്ങി ആഞ്ഞടിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ മാന്യമായ രീതിയിൽ കേസിന് പോകും, മാനനഷ്ടത്തിനോ ഇല്ലാത്തത് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് കേസിന് പോകും. പക്ഷെ ഇവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആണെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ, അങ്ങനെ ആണെങ്കിൽ എന്താ, അപ്പോൾ അവർ പറയാതെ പറയാണ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഒക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകളാണ്. അതിനൊന്നും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ലോകത്തില് ഞാൻ മാത്രമാണല്ലോ ഇനിയിപ്പൊ അങ്ങനെ ചെയ്താലും ചെയ്ത ഒരു പെണ്ണല്ലേ. ഓക്കെ, ശരി, ഓക്കെ, സെറ്റ്. ഇതെന്ത് തരം ഉത്തരമാണ്? ലോകത്തില് മറ്റു സ്ത്രീകൾ ചെയ്യുന്നുണ്ട് എന്ന് കരുതി അത് വേറെ സ്ത്രീകൾക്ക് ചെയ്യാനുള്ള ലൈസൻസ് ആണോ? ഭർത്താവുള്ള സമയത്ത് മറ്റൊരു പുരുഷനായിട്ട് അവിഹിതം വെച്ചിട്ട് ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്യുക എന്നുള്ളത് മറ്റു സ്ത്രീകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ എന്താണ് ന്യായം? നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന് ലോയൽ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മറ്റൊരു പരപുരുഷ ബന്ധം ഉണ്ടാവുകയോ അതിലൊരു ഗർഭം ധരിക്കുകയോ അതുവഴി അബോർഷൻ ചെയ്യുകയോ ചെയ്തില്ല. പക്ഷെ അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂല്ലോ എന്ന് പറയുന്നത് വിവരം മുടങ്കൊല്ലി ന്യായമാണ്. അതൊരു ന്യായം മാത്രമാണ്. താൻ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു ആൻസർ അവർ കൊടുക്കുന്നില്ല. ഞാനത് വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു, അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ലെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ലാത്തവരുടെ ഒക്കെ എടുത്ത് അവൾ ചാടുന്നല്ലോ, ഇത് സത്യമാണോ? നിനക്കൊക്കെ എന്തിന്റെ കേടാണ്? നാണമാകുന്നില്ലേ അത് പിന്നെയും കുത്തിപ്പൊക്കി എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ? ഓക്കെ, ശരി, നിങ്ങളിങ്ങനെ സ്ഥാപിക്കുന്നവര് ഏതായാലും ഞാൻ എന്താ പറയാ, ദിവ്യമായിട്ടൊന്നും അങ്ങനെ ആവത്തില്ലല്ലോ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, അതിന്റെ ഉത്തരവാദിയെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം ചെയ്യും. അല്ല ഇപ്പൊ എനിക്കെന്താ പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ പറയുന്നു, അങ്ങനെ ചെയ്തെന്ന് പറയുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കാതിരിക്കുമായിരുന്നു. കാരണം ഹനാൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പുള്ളിക്കാരി എങ്ങനെയാണ് ഇങ്ങനെ തിരിഞ്ഞെന്നും എനിക്കറിയില്ല. ഞാനൊരു കുറ്റം പറഞ്ഞായിട്ട് എങ്ങും കാണുന്നില്ല. പിന്നെ അവരെന്താണ് തിരിഞ്ഞെന്ന് എനിക്കറിയില്ല. ഇപ്പൊ അവരെന്റെ കൂട്ടുകാരിയല്ല. കാരണം എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ അവരെന്റെ കൂട്ടുകാരിയല്ല. സോ എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്നറിയാതെ വെറുതെ എന്നെ ഇട്ടി ക്രൂശിക്കുന്നവരോട് ഞാൻ പറയാം, എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ദിവ്യഗർഭം ഒന്നും ധരിക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ ആ ഗർഭം ധരിച്ചു. സുധിച്ചേട്ടൻ വേറൊരു വോയിസ്, സുധിച്ചേട്ടനുള്ളപ്പോ ഞാൻ ആരാണ്ടര ഗർഭം ധരിച്ചത്. നിനക്കൊക്കെ നാണമാകുന്നില്ല? നിന്റെയൊക്കെ വീട്ടിലെ കാര്യം അന്വേഷിക്കാനുള്ളതിന് ഈ രേണുസുതി എന്ത് കാണിക്കുന്നത് നോക്കി നടക്കുന്ന ചെറ്റകളാണല്ലോ നീയൊക്കെ. നാണോ മാനവും ഇല്ലേ? ഹനാന്റെ വോയിസിനോട് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഇരിക്കുമായിരുന്നു. പക്ഷെ ഹനാൻ തന്നെ കൊണ്ടുവരട്ടെ ആ ഉത്തരവാദിയെ. ഒരു 22 വയസ്സുള്ള ചെറുക്കൻ എന്ന് പറഞ്ഞില്ലേ, ആ ചെറുക്കനെ കൊണ്ടുവരട്ടെ എന്നേ. പിന്നെ പണ്ടത്തെ ഒരു വോയിസ് ഞാൻ അറിഞ്ഞില്ല, ഫിറോസിക്കാടെ ഒരു വോയിസും ഇട്ടെന്ന് ഞാൻ അറിഞ്ഞ CC ക്യാമറ കണ്ടെങ്കിൽ കൊണ്ട് വരട്ടെ എന്നേ. ആണില്ലാതെ പെണ്ണ് ഗർഭിണിയാകത്തില്ലല്ലോ, മനസ്സിലായോ? കൊണ്ടുവാടാ, എല്ലാവരും കൊണ്ടുപോവാ. ഈ പറയുന്നവനെല്ലാം കൊണ്ടുപോവാ ഇതിന്റെ ഉത്തരവാദിയെ അല്ലെങ്കിൽ ഉത്തരവാദികളെ.
എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് കേസ് കൊടുക്കാം. എന്തായാലും പീഡനമായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ തന്നെ, ഞാൻ അബോർഷൻ ആക്കണമെങ്കിൽ. സോ ഇനി ഇതിനെപ്പറ്റി പറഞ്ഞെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഉത്തരവാദിയെ കൊണ്ടുപോവാ, മനസ്സിലായല്ലോ? അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, സെറ്റ്. ഇതൊരു ക്ലിയർ കട്ട് ആൻസർ ആണ്. ഈ ഒരു ആൻസർ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ഇത്രയും വഷളാവില്ല. എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദിനെ കൊണ്ടുവരൂ, അല്ലെങ്കിൽ പറഞ്ഞ ഹനാൻ കൊണ്ടുവരൂ എന്ന് പറയുന്നത് ന്യായമുള്ളൊരു ഉത്തരമാണ്. അതൊരു ക്ലിയർ കട്ട് ആൻസർ ആണ്. ഈ ഒരു മര്യാദ പോലും കാണിക്കാതിരുന്ന നിങ്ങളാണ് പ്രശ്നം ഇത്രയും വഷളാക്കിയത്. ആദ്യമേ ഈ ഒരു സാധനം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ഏതോ ന്യായമുണ്ട് എന്നുള്ളത് ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം തെറ്റ് ചെയ്യുന്നവർ പേടിച്ചാൽ മതി, അല്ലേ? നാളെ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടാകുന്ന സമയത്ത് ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവർ നാണം കെടും. താൻ തെറ്റ് ചെയ്തു എന്ന ലൈനിലാണ് ആദ്യം കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം എന്തോ പേടിയുള്ളത് പോലെ, ആയിക്കോട്ടെ അതിനിപ്പോൾ എന്താ, ഞാനല്ലേ, അതിനെന്താ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് എന്താ, ഞാനല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് ഉള്ളതാണ്. അപ്പോൾ അവർ പിടിക്കപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ട് അവരെന്ത് ചെയ്യണം, ആ സംഭവം ഒഴിഞ്ഞു മാറി പോവുകയാണ് എന്നുള്ളതാണ് ആളുകൾ ചിന്തിച്ചതും കണക്ക് കൂട്ടിയിരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ഉൾപ്പെടെ. പക്ഷേ ഇതേമാതിരി ഒരു ക്ലിയർ കട്ട് ആൻസർ തരികയാണ് എന്നുണ്ടെങ്കിൽ ആർക്കും അവിടെ ഒരു സംശയമില്ല. ഉത്തരവാദിനെ കൊണ്ടുവരാൻ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെല്ലുവിളി ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്നവരത് ചെയ്യട്ടെ. ആ ഒരു ഗട്ട്സ് ഇപ്പം കാണിച്ചത് എന്തായാലും നന്നായി. ഈ ഒരു പ്രതികരണം പറയാൻ കാണിച്ച മനസ്സ് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾ പുറത്ത് വരട്ടെ, പുറത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ആളുകൾ കൊണ്ടുവരട്ടെ. നമുക്ക് എന്തായാലും ഇപ്പം അതിൻ്റെ പുറത്ത് പോകാൻ സമയമില്ല. അതുകൊണ്ട് കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. അതൊരു വെല്ലുവിളിയാണ്, അതൊരു ചാലഞ്ചാണ്. കാരണം പുള്ളിക്കാരിക്ക് ഉറപ്പുണ്ട് എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ്. ഇനി ഇവിടെയും എന്തെങ്കിലും ഡ്രാമയുണ്ടോ, പറഞ്ഞത് മാറ്റി പറയുമോ എന്നുള്ളത് പിൽക്കാലത്തെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു ഗട്ട്സ് എപ്പോഴും കാണിച്ചാൽ തീരുന്ന വിഷയമേ ഉള്ളൂ. പക്ഷെ അവർക്ക് കണ്ടന്റ് വേണം എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടായിരിക്കാം പലപ്പോഴും അത് ഒഴിവാക്കി വിടുന്നത്. കാരണം നാളെ അതൊരു ചർച്ചാ വിഷയമായി മാത്രമേ ഫീൽഡിൽ നിൽക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതോടൊപ്പം തന്നെ ഈ രേണു സ്വന്തം കൊച്ചിനെ യാത്ര പറഞ്ഞ് ദുബായിലോട്ട് എങ്ങാണ്ട് പോകുന്ന സമയത്ത് ആ ഫോണിനകത്ത് ഇരിക്കുന്ന ഒരു കാഴ്ച കാണാനിടയായി. ഞാനിവിടെ വീഡിയോ കൊടുക്കാം. തായ് പറയുന്ന രീതിയിലും എല്ലാം ഉമ്മ കൊടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുട്ടി അവരെ മൈൻഡ് ചെയ്യുന്നില്ല. കുട്ടി ഫോണിലാണ്. കാരണം അപ്പൻ കൂടെയില്ല, അമ്മ കൂടെയില്ല. ആ കുട്ടിക്ക് ആശ്രയം എന്താണ്, മൊബൈൽ ഫോണാണ്. അതതിൻ്റെ സന്തോഷത്തിനും എല്ലാ കാര്യത്തിനും കളിക്കാൻ എല്ലാ സമയം കണ്ടെത്തുന്നത് മൊബൈലിലാണ്. അതൊരു തരം അഡിക്ഷനാണ്. കുട്ടികൾക്ക് ഇങ്ങനെ മൊബൈൽ ഗെയിം കളിക്കാനും വീഡിയോ കാണാനും മാത്രമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന എന്തുണ്ടാവും? ഐറ്റങ്ങളുടെ ഭാവി വഷളായി പോവും. മക്കൾക്ക് ഈ സമയത്ത് കളിക്കണം, ഓടണം, ചാടണം, ആളുകളായിട്ടൊരു സംസാരം, സമ്പർക്കത്തിൽ ഏർപ്പെടണം, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ കുട്ടികൾക്ക് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. പക്ഷെ ആ കുഞ്ഞിന് വേറെ നിവൃത്തിയില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ അമ്മ അടുത്തില്ല. അപ്പൻ ലോകത്തോട് വിട പറഞ്ഞു. മുത്തശ്ശനും മുത്തശ്ശീനെയും നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരെത്ര സമയം ചിലവഴിക്കുക കൊച്ചിൻ്റെ കൂടെ? അങ്ങനെ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ആ കൊച്ചിന് ആ മൊബൈൽ ഫോണിൻ്റെ ആവശ്യം അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു സമയം അവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊച്ചു എപ്പോഴും മൊബൈലിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്തോ എനിക്കിത് കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എന്താണ് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ അച്ഛനും അമ്മയും അടുത്തില്ലാത്തതുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്യാണ്, ആ ഫോൺ ഉപയോഗിച്ചിട്ടാണ് അതിന് വേണ്ട സന്തോഷവും കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നത്. രേണുവിന് എവിടെ സമയം അല്ലേ? കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചാൽ മാത്രമേ അവർ ഫോണിലും മറ്റു പലതിലും അഡിക്ഷനിൽ നിന്ന് ഒഴിവാവുള്ളൂ. ഇപ്പോൾ തൊട്ടേനും പിടിച്ചതിനൊക്കെ മക്കൾക്ക് ഫോൺ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാവശ്യം എന്താ അല്ലേ? ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഫോണ് ഉപയോഗിച്ചിട്ടില്ല. ഫോൺ അങ്ങനെ ഇല്ല. ഞാൻ വേറെ കുട്ടികളുടെ കൂടെ കളിച്ചും വീട്ടുകാരോട് സംസാരിച്ചും കഥാപുസ്തകങ്ങൾ വായിച്ചും ചിത്രങ്ങൾ മറച്ചു നോക്കിയാണ് സമയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേൻ്റെ പാരൻസ് ഫോൺ കൈ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്തുണ്ടാവുകയാണ്? കുട്ടികൾ ലോകം ഫോണിലാകുന്നു. കളിക്കുന്നത് ഫോണിലാണ്, പഠിക്കുന്നത് ഫോണിലാണ്, ചോറ് കഴിക്കാൻ ഫോൺ വേണം, ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ വേണം, എപ്പോഴും ഫോൺ വേണം. ഞാനും ആദ്യം സെയിം മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. ഒരു തുടക്കത്തിൽ ഫോൺ കൊടുക്കുമായിരുന്നു ഭക്ഷണം കഴിക്കാനൊക്കെ. പിന്നെ ഞാനത് റിയലൈസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. കാരണം ഫോൺ കൊടുക്കുന്ന സമയത്ത് കൊച്ചെന്ത് ചെയ്യാണ്, അതിൽ എൻജോയ് ചെയ്യാണ്, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വരുന്നില്ല. പക്ഷേ എന്താണ്, അവരുടെ കയ്യിൽ ഫോൺ ഇല്ലാത്തപ്പം അവർക്ക് ഫോൺ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന സമയത്ത് അത് കിട്ടാതാകുമ്പോൾ അവർ കാണിക്കുന്ന വാശി, ദേഷ്യം, കരച്ചിൽ, വയലൻസ് ഇതൊക്കെ കാണാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് മനസ്സിലായി ഇത് അപകടമാണ്. ഇനി ഫോൺ കൊടുക്കരുത്. അതുകൊണ്ട് ഇപ്പം അതിൻ്റെ ശേഷം എന്നല്ല, അവൻ LKG ആ ഒരു സമയത്ത് എങ്ങാണ്ടാണ് ഫോൺ കൊടുത്തിട്ടുള്ളത്. ശേഷം UKG 1ാം ക്ലാസ് ഈ ഇത്രയും പഠനകാലത്തിൻ്റെ ഇടയ്ക്ക് ഫോണ് ആവശ്യത്തിന് മാത്രം, അതായത് എന്തെങ്കിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനോ അല്ലെങ്കിൽ ടീച്ചർ വല്ല ആക്ടിവിറ്റീസ് ഇടുന്ന സമയത്തോ മറ്റോ അല്ലാണ്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് കളിക്കാൻ ഫോൺ കൊടുക്കാറില്ല. അത് കൊടുക്കുന്നത് നല്ലതല്ല. എല്ലാ പേരൻസിനും കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. കാരണം ഫോൺ കിട്ടാതെ മക്കൾ കാണിക്കുന്ന ഒരു വാശിയും പേരൻസിന് അറിയാൻ മതിയാവുമായിരിക്കും. ആദ്യം നമ്മൾ ഭക്ഷണം കഴിക്കാനും വെറുതെ ഇരിക്കാനൊക്കെ ഒന്ന് കൊടുത്തിട്ട് പിന്നെ അവർ ചോദിക്കുമ്പോൾ, അവർ ആവശ്യപ്പെടുമ്പോൾ നമ്മളത് കൊടുക്കാത്തപ്പോൾ അവർ കാണിക്കുന്ന ചില വയലൻസ് കളികളൊക്കെ ഉണ്ട്. കരച്ചിൽ, വാശി, കാലും കൈയിട്ട് നിലത്തടിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് കുട്ടികൾ എത്താതിരിക്കാൻ നമ്മൾ പേരൻസ് ശ്രദ്ധിക്കണം. കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ അതിറ്റങ്ങൾ എന്ത് ചെയ്യുള്ളൂ,
നന്നായിട്ട് അവരുടെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ആവുള്ളൂ. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, മൊബൈൽ ഫോണിൽ എന്ത് കാണുന്നോ അത് നല്ലതായാലും ചീത്തയായാലും അവരത് അനുകരിക്കും. ഓക്കെ, ഇപ്പം ഇവിടെ അടുത്തൊരു പയ്യനുണ്ട്, ഞാനൊക്കെ പണ്ട് കാക്കേ കാക്കേ കൂടെ ഇവിടെ എന്നാണ് പാടിക്കൊണ്ട് നടന്നിരുന്നത്. ഇപ്പോഴത്തെ പിള്ളേര് നിന്റെ നുണക്കുഴി കണ്ടപ്പോൾ അടിവയറ്റിൽ മഞ്ഞുള്ള രാത്രി ഇതൊക്കെയാണ് പാടുന്നത്. അപ്പം നമ്മൾ ഋതപ്പൻ്റെ കാര്യം പറഞ്ഞ് വേറെ എവിടേക്കാണ്ടോ എത്തി. എന്താണെങ്കിലും ആ കുട്ടി ഫോണിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. അമ്മ ബായി പറഞ്ഞ് പോകുമ്പോഴുള്ള ആ ഒരു വിഷമം, സങ്കടം ഒന്നും ആ കുട്ടിയുടെ മനസ്സിലില്ല, മുഖത്തില്ല. സോ ആ കുട്ടി അതുമായിട്ട് പൊരുത്തപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അമ്മ അടുത്തില്ലാണ്ട് ജീവിക്കാനുള്ള ഒരു പൊരുത്തപ്പെടൽ ആ കുട്ടീൻ്റെ നോട്ടത്തിൽ നിന്നും താല്പര്യമില്ലാമെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്ത് പറയാനാണ്, അപ്പനടുത്തില്ലാത്ത സമയത്ത് അമ്മ കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും അമ്മേൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നില്ലെങ്കിൽ കുട്ടി അത് കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് അന്വേഷിച്ച് ചെല്ലും. അങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അപ്പം മറ്റൊരു കാണുന്നവരെ ബൈ ബൈ. പിന്നെ അവസാനമായിട്ടൊരു കാര്യം ഇവിടെ പറയാൻ മറന്നു, രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്താണെങ്കിലും വമ്പൻ വിജയമായിട്ടുണ്ട്. ഈ മാസം എന്താണെങ്കിലും നല്ലൊരു പൈസ അവർ ഏൺ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. എന്താണെങ്കിലും രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് രേണു രക്ഷപ്പെടും. കാരണം നല്ലൊരു ക്യാഷ് ആ സ്ത്രീ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിനകത്തുനിന്ന്. ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, ഇതിനകത്ത് തന്നെ കാണാം പുള്ളിക്കാരി കാണിക്കുന്നത് എവിടേക്കാണ് ഇങ്ങനെ പൊക്കിപ്പിടിച്ച് സ്വന്തം മാറിടം, വയറ്, അതൊക്കെയാണ് ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാണിച്ചോട്ടെ, അവരുടെ ഇഷ്ടം, അവരുടെ സാധനങ്ങൾ, അവരുടെ നാട്ടുകാരെ പൈസ വാങ്ങിയോ പൈസ വാങ്ങാതെയോ ഫ്രീ ആയിട്ടോ ദാനമായിട്ടോ കാണിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഇതിൽ 1768 സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1678 1600 ആണോ, 1700 അല്ലേ, 1768 ഇൻറ്റു 180 എന്ന് വെച്ചാൽ 3 ലക്ഷത്തിൻ്റെ മേലെ പുള്ളിക്കാരി എന്ത് ചെയ്യുന്നുണ്ട്, ഏൺ ചെയ്യുന്നുണ്ട്. 3 ലക്ഷത്തിൻ്റെ അടുത്ത് പുള്ളിക്കാരി ഏൺ ചെയ്യുന്നുണ്ട്. കണ്ടോ, അത്രയും പൈസ പുള്ളിക്കാരി ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും ദാരിദ്ര്യം പറയാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകുമെന്ന് കരുതുന്നു. വെറുതെ കിട്ടിയെന്ന് പറയില്ല എന്നും കരുതുന്നു. ഒപ്പം തന്നെ ആ വീടിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കി ആ ബിഷപ്പിനെ ഈ ഒരു ധർമ്മസങ്കടത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് കരുതുന്നു. ആ വീട് ഇതിലും നന്നായിട്ട് അർഹതപ്പെടുന്ന സഫർ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നല്ലൊരു വീടും കാര്യങ്ങളും ഇതിലും നല്ല സെറ്റപ്പിൽ സിറ്റിയിൽ ജനവാസ കേന്ദ്രമുള്ള സ്ഥലങ്ങളിൽ സെലിബ്രിറ്റികൾക്ക് താമസിക്കാൻ പറ്റുന്ന ഏരിയ നോക്കിയിട്ട് ഇവർ മാറുമെന്നും വിചാരിക്കുന്നു. കാരണം ഒരു മാസം 3 ലക്ഷം രൂപ ഏൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിച്ച് 4-5 വർഷം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓരോ ഓഫീസിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കുത്തിരുന്ന് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെക്കാളും കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ആലോചിക്കുക, നമ്മളൊക്കെ പൈസ മുടക്കി കഷ്ടപ്പെട്ട് പഠിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഓഫീസിൽ മറ്റൊരാൾക്ക് വേണ്ടി പട്ടിപ്പണി എടുത്തു കൊടുത്തിട്ട് അതിനുശേഷം കിട്ടുന്ന പൈസ മേടിച്ച് നമ്മളെല്ലാവരും വീട്ടിൽ പോകുന്നു. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ, കടങ്ങൾ, ബാധ്യതകളൊക്കെ വീട്ടിൽ പോകുന്നു. അത്ര പോലും എഫേർട്ടില്ലാണ്ട് ഒരു സബ്സ്ക്രിപ്ഷനും തുടങ്ങി സ്വന്തം ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരാൾക്ക് മാസം 3 ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ പഠിച്ചു വാങ്ങുന്ന പണിക്കൊക്കെ എന്താണ് വില എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങും. നമുക്കൊക്കെ പെൺമക്കളല്ലേ, നമ്മൾ പെൺകുട്ടികളല്ലേ. അപ്പോൾ നമ്മൾ കരുതുക മാസം ഇത്ര കിട്ടുന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ നമുക്കത് തുടങ്ങാം, ഫേസ് കാണിക്കാതെ തുടങ്ങാം, ഫേക്കിൽ തുടങ്ങാം എന്നൊക്കെ കരുതി കഴിഞ്ഞാൽ സൊസൈറ്റി എങ്ങോട്ട് പോകും? സ്ത്രീകളുടെ നിലവാരം എത്രത്തോളം താഴും? പുരുഷന്മാരുടെ ഈ ഒരു ലൈംഗിക ആസക്തി എത്രത്തോളം വളരും? ഇതൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരീരം പ്രദർശിപ്പിച്ചുണ്ടാക്കുന്ന പൈസേനേക്കാൾ ഒരു പടി എപ്പോഴും ഉയർച്ച അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയ്ക്ക് തന്നെയാണ്. അതെല്ലാവരും ഓർക്കുക. മറ്റൊരു ഇടാണെന്നവരെ ബൈ ബൈ.